ആനയ്ക്കുണ്ടോ പൂരം നന്നാവണമെന്ന് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. തൃശൂർക്കാരുടെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കുകയാണ്. ഒരു ചെറിയ തിരുത്തലുണ്ടെന്ന് മാത്രം. ഗോപിക്കുണ്ടോ നാട് നന്നാവണമെന്ന്. വയനാട്ടിലെ സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രതികരണത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാൻ സമയമായിട്ടില്ലെന്നും അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുത്തിത്തിരിപ്പാണെന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ലല്ലോ, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ദേശീയ ദുരന്തമുണ്ടായത് തൃശൂരിലാണ് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് ഇതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. സുരേഷ് ഗോപി ജയിപ്പിച്ച തൃശൂരുകാരോടുള്ള രോക്ഷമാണ് ഇത്തരത്തിലുള്ള പല പോസ്റ്റുകളിലും തെളിഞ്ഞു കാണുന്നത്. സാധാരണഗതിയിൽ സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ശക്തമായ പ്രതിരോധവുമായി എത്താറുള്ള ആരാധകരും ഇത്തവണ അധികം കാണാനില്ല. അദ്ദേഹത്തിന് പനിയായതുകൊണ്ടാണ് നേരിട്ട് ഇടപെടൽ വൈകുന്നത് എന്ന മട്ടിലുള്ള ദുർബലമായ മറുവാദങ്ങൾ അങ്ങിങ്ങായി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി സാങ്കേതിക വശങ്ങൾ മാത്രം ഉന്നയിച്ച് മറുപടി നൽകിയതും വിമർശകരെ ചൊടിപ്പിക്കുന്നു. ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകനോട് നിങ്ങൾ കൈരളി ചാനലാണോ എന്ന മറു ചോദ്യമാണ് സുരേഷ് ഗോപി ഉന്നയിച്ചത്. ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്നും നിങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും ക്ഷോഭഭാവത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സുരേഷ് ഗോപി മാടമ്പിയാണെന്നും അടുത്ത ജന്മത്തിൽ തന്ത്രിയാകാനിരിക്കുന്ന ആളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നുമെല്ലാം ഇത് സംബന്ധിച്ച പോസ്റ്റുകളിലും കമന്റുകളിലും പ്രതികരണം ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാന മന്ത്രിമാരുമൊക്കെ വയനാട് സന്ദർശിച്ചിട്ടും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതല്ലാതെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന പരാതിയും ഉയരുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ ചലച്ചിത്ര താരങ്ങളും വ്യവസായികളും എല്ലാം ലക്ഷങ്ങളും കോടികളും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനയായി പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രഖ്യാപനവും നടത്താതിരുന്ന സുരേഷ് ഗോപി ഇത്രയും നാൾ നടത്തിയ ചാരിറ്റി വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞുവെന്നാണ് മറ്റൊരു പ്രതികരണം. എന്തു തന്നെയായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വരെ വയനാട് സന്ദർശിച്ചിട്ടും പ്രശസ്ത നടനായ മോഹൻലാൽ ദുരിതബാധിതരെ സന്ദർശിച്ച 3 കോടിയുടെ സഹായം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിൽ നിന്നുമുള്ള ഏക BJP എംപിയും മന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് മാത്രം ഇതുവരെ സമയം ആയിട്ടില്ലത്രേ. കേന്ദ്രമന്ത്രി എന്നാൽ വെറും 5 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ജനങ്ങളുടെ ദാനം മാത്രമാണെന്നത് സുരേഷ് ഗോപി സാർ മറക്കരുത്. അർജുൻ എന്ന ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ടപ്പോഴും സുരേഷ് ഗോപി അറിഞ്ഞിരുന്നില്ല സംഭവം. എന്താണോ ഇദ്ദേഹം ഇങ്ങനെ? സിനിമാ നടനിൽ നിന്ന് പൊതുപ്രവർത്തകനിലേക്കുള്ള പരിവർത്തനത്തിനായി ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും?